ഹായ് ഹലോ, ഞാനിതാ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പൊന്നാനി MES കോളേജാണ്. ഇവിടെ സെക്കൻഡ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇതാ 69-71 വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കേട്ടോ. ഇവിടെ ഞങ്ങളുടെ എൻ്റെ എളാപ്പയും കുഞ്ഞുമ്മയും പഠിച്ചിട്ടുണ്ട്. അവർ സെക്കൻഡ് ബാച്ചായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളും അവരെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാതും ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടില്ലെങ്കിലും ഒരു വിധം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. നിത്യചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം ചൈതന്യമേ നിത്യ ചൈതന്യമേ. പറയട്ടെ, ഓക്കെ, മാഷ് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ശ്രീ ഹരിദാസൻ നായർ സാറാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. സയ്യിദ് മുത്തുകോയത്തങ്ങൾ വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും പ്രാർത്ഥനയോട് കൂടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാവർക്കും മൊമെൻറ്റോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കേട്ടോ. ഇവരൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. കാരണം ഞാനവിടെ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരും മുഖം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം അത്രയും ഹാപ്പിനെസ്സായിട്ടാണ് അവരവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവരിപ്പോൾ ആ ഏജിലല്ല, പഠിച്ച കാലഘട്ടത്തിലേക്ക് പോയിട്ടായിരുന്നു എല്ലാം മറന്ന് ശാന്തമായിട്ട് പ്രോഗ്രാമൊക്കെ വാച്ച് ചെയ്ത് ഓരോ അവരായിട്ട് തന്നെ കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. പാട്ടായാലും പിന്നെ ഓരോരുത്തർ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടും ഒക്കെ നല്ലൊരു പ്രോഗ്രാമായിട്ടോ. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മുഖത്തും അതെ ആ പഠിച്ച കാലത്ത് കുട്ടിത്താണ് കേട്ടോ അവിടെ ഇന്നുണ്ടായിരുന്നത്. വിളിച്ചതാണ് കേട്ടോ എൻ്റെ കുഞ്ഞമ്മ. മറ്റേത് അവർക്ക് മൊമെൻ്റ് കൊടുക്കുന്നത് എൻ്റെ എളാപ്പയാണ് കേട്ടോ. അവർ സെയിം ക്ലാസ്സിലായിരുന്നു, സെയിം കോളേജിലായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫുമാണ് കേട്ടോ. കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം, വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറ. എളുപ്പമാക്കുന്നതിൽ ഹംസക്കയുടെ ആ ബാച്ചിലെ പ്രതിനിധിയായ ഹംസക്കയുടെ പ്രവർത്തനം വളരെ വലുതാണ്. ഹംസ കെ പ്രഭാകരൻ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. ചിരിയിൽ മുഴുവർണ്ണ പീലികൾ കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ ചിറകുള്ള മിഴികൾ നനയുന്ന പൂവുകൾ മനസ്സിൻ പുലരിയോ അറിയാതെ മനസ്സറിയാതെ
വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ അറിയാതെ പിടയും വിരലിൻ്റെ തുമ്പുകൾ അതിലോലലോലം അതും അതിമൃദുഭാരം അതിലൊരു പുതിയ ലഹരിയോ അറിയാമോ നിനക്കറിയാമോ വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും ഒരു നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. അങ്ങനെ മൊമെൻ്റോ ഡിസ്ട്രിബ്യൂട്ടൊക്കെ കഴിഞ്ഞ് അവർ ബാച്ച് ക്ലാസ് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇതാ ഓരോരുത്തരുടെ ഫേസ് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം അവരെ ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് എന്താണെന്ന് കേട്ടോ. ഒരിക്കൽ കൂടി തങ്ങൾ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, തങ്ങൾ പിന്നാരം പറഞ്ഞ് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച അതേ ക്യാമ്പസുകളിൽ അതേ ക്ലാസ് റൂമുകളിൽ വീണ്ടും നേതൃത്വം നൽകിയവരെ ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്. പിന്നെ ഇതാ ഫുഡിൻ്റെ ഒരു സെക്ഷനായിരുന്നു. നല്ല സൂപ്പർ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി നമ്മുടെ ചിക്കൻ ബിരിയാണി കൂടാതെ ബീഫ് ചില്ലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കണ തിരക്കിലായി. പിന്നെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ഇതാ ഗേങ്ങായിട്ട് സംസാരിക്കണം. ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. കാരണം എത്രയോ വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്നവരുണ്ട്. അപ്പോൾ അത് അവരൊക്കെ വീണ്ടും ഒന്ന് പരിചയപ്പെടുക. കാരണം ഇപ്പോൾ അവർ കുറേ ഏജ് ആയാലും കുറേ മാറ്റങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാണ്. പിന്നെ വീണ്ടും എല്ലാവരും ഓഡിറ്റോറിയത്തിൽ തന്നെ ഒത്തുകൂടി. ഇപ്പോഴാണ് കേട്ടോ കുറേ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്. കുറച്ച് പേരൊക്കെ പാട്ടൊക്കെ പാടി കുറച്ച് ജോക്സൊക്കെ പറഞ്ഞ് അതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. പിന്നെ ഇതാ ഓരോരുത്തരെ വിളിച്ചിട്ട് സെൽഫ് ടോക്ക് നടക്കുകയാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഷൺമുഖനുണ്ട്, മുൻ ഇവിടുത്തെ കോളേജിൽ തന്നെ മുൻ സ്റ്റുഡൻ്റാണ്, പൂർവ്വ വിദ്യാർത്ഥി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 69-71 നമ്മളെല്ലാവരും പഠിച്ച് 71 നമ്മൾ പല കോളേജിലേക്കും മാറിപ്പോയി. അന്ന് ഈ കോളേജിൽ ജൂനിയർ കോളേജ് ആയതുകൊണ്ട് ഡിഗ്രിക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊക്കെ ഫറൂഖ് കോളേജിലേക്ക് പോയത്. അങ്ങനെ അവിടെ പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു, ഗവൺമെൻറ് സർവീസിൽ ജോലി പ്രവേശിച്ചു. പിന്നെ എൻ്റെ ഫാമിലി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ പേര് ഐഷാബി, മക്കൾ 2 പേരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. അന്നത്തെ ആ കാലഘട്ടം കഴിഞ്ഞ് 53 വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു റീയൂണിയൻ എത്തിച്ചേരുക എന്നുള്ളത് അത് MBSൻ്റെ ഒരു ഔദാര്യം കൊണ്ടാണ് നമ്മളങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു ഒത്തുചേരലിന് ആണ്
സാധ്യതമായത്. അതിന് നമ്മൾ എല്ലാവരും പോയിട്ട് പറഞ്ഞ പോലെ മുഹമ്മദ് അഹമ്മദ് മദാനുട്ടി മാഷ് അങ്ങനെ NS ഒരുവിധം ആണ് സ്ഥാനത്തിരിക്കുന്നവരൊക്കെ തന്നെ ഇതിന് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായാണ് പിന്നെ ഇതാ ഞങ്ങൾക്ക് സ്നാക്സും ചായയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് എൻ്റെ ഫാമിലിനെ കേട്ടോ വിളിച്ചത്. അതിനുശേഷം ഞങ്ങൾ പിരിഞ്ഞു അവിടുന്ന്. അപ്പോൾ എല്ലാവരും കാണുക, കമൻ്റ് അറിയിക്കുക. ഇതുപോലെ തന്നെ നിങ്ങളെ വീട്ടുകാരെ ഗെറ്റ് ടുഗദറിന് കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും വരാം. ബൈ, അസ്സലാമു അലൈക്കും, ടാറ്റാ.